നമുക്കപ്പോൾ ഇന്ന് നന്നൻ്റെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ കണ്ടാലോ. അപ്പോൾ ഇതാണ് നന്നൻ ഇന്ന് ആദ്യമായിട്ട് LKG-യിലേക്കാണ് പോകാൻ പോണത്. അപ്പോൾ ആൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി എണീറ്റിട്ടൊക്കെ ഉണ്ട്. പുതിയ ബാഗ്, പുതിയ കുട എല്ലാം കൊണ്ടുപോകണ്ടേ. അപ്പോൾ യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം നമ്മൾ പുറത്ത് പോയിരുന്നു. അവനൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചിരുന്നത്, അതൊന്നും ശരിക്കും വെള്ളം കിട്ടാത്തതുകൊണ്ട് പുതിയൊരു വാട്ടർ ബോട്ടിൽ മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് പോയപ്പോൾ ഒരു പുതിയ ഡ്രസ്സും കൂടെ മേടിച്ചു. ഏതായാലും ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകാമെന്നൊക്കെ കരുതി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഒന്നിലും കുറവ് വേണ്ട, സ്പ്രേ ഒക്കെ അടിച്ച് പോക്ക് കണ്ടാൽ വിചാരിക്കും ഇപ്പം അവിടെ പോയി ഇരുന്നെല്ലാം ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു വരുന്നൊക്കെ. ബാക്കി കണ്ടറിയാം. അങ്ങനെ ഞാനും വേഗം കുളിച്ച് വിളക്കൊക്കെ വെച്ചു, പ്രാർത്ഥിച്ചു. സ്കൂളിൽ പോവാണ് ആദ്യത്തെ ദിവസം. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ബൈ ബൈ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇതേ ബാഗൊക്കെ ഇട്ട് പോകാൻ റെഡിയായി. നല്ല മഴയായിരുന്നു കേട്ടോ പോണ സമയത്തൊക്കെ. അപ്പോൾ നമുക്കന്ന് ഓട്ടോ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടക്കേണ്ടി വന്നു ഓട്ടോ കിട്ടാനായിട്ട്. പിന്നെ ഓട്ടോയിലൊക്കെ കയറി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ സ്കൂളിൽ എത്തി. നമ്മളൊരു 9 മണിയാകുമ്പോൾ എത്തി. 9-9:15 എല്ലാ പേരൻസും എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. പ്രവേശനോത്സവത്തിൻ്റെ പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല. എല്ലാ കുട്ടികളും LKG കുട്ടികളും UKG കുട്ടികളൊക്കെ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ബെഞ്ചിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ പറഞ്ഞു ഇവൻ അവിടെ ഇരിക്കില്ല. ആ ഫോട്ടോയിൽ ഏറ്റവും താഴെ കാണുന്നില്ലേ, അതാണ് അവൻ്റെ ഫോട്ടോ. അവൻ്റെ ഫോട്ടോ നമ്മൾ ലാസ്റ്റാണ് കൊടുത്തത്. നമ്മൾ ലാസ്റ്റ് തന്നെയാണ് ജോയിൻ ചെയ്തതും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അവനെന്തായാലും ഫസ്റ്റ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ പോയിരുന്നില്ല, എൻ്റെ കൂടെ ഇരുന്നു. പിന്നെ ഇതാ എല്ലാ കുട്ടികളുടെയും കളികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം പിന്നെ പേരൻസ് കൂടെ ഉള്ളത് കൊണ്ട് ആർക്കും ഒരു കുഴപ്പമൊന്നും കാണാനില്ല കേട്ടോ. ബാക്കി കുഴപ്പങ്ങൾ ഇനി ക്ലാസ്സിൽ പേര് വിളിച്ച് കയറ്റുമ്പോഴാണ് ബാക്കി കുഴപ്പങ്ങളൊക്കെ. ഇവനൊരു ക്രൗൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്രൗൺ അവൻ തലയിൽ വെക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് കീറിക്കളഞ്ഞു. അതിനുശേഷം LKG കുട്ടികളുടെ പ്രെയർ, അതിനുശേഷമാണ് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത്, വാർഡ് കൗൺസിലർ വന്നിട്ട്. പിന്നെ ബാക്കി PTA പ്രസിഡൻറ്റും അതുപോലെ മദറും പ്രിൻസിപ്പളും ടീച്ചേഴ്സ് എല്ലാം കൂടി ദീപം തെളിയിച്ചു. അങ്ങനെ നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം കുട്ടികളുടെ UKG കുട്ടികളുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാംസ്, പാട്ട്, അതേപോലെ ആക്ഷൻ സോങ്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രവർത്തിക്കാം. ഇനി ഞാൻ എൻ്റെ കർത്തവ്യ സ്കൂളിലേക്ക് കടക്കട്ടെ. ആദ്യമായി നമ്മുടെ അങ്ങനെ അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ ഏകദേശം അവസാനിച്ചു. LKG Aയിലേക്കുള്ള കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ തളർന്നു, വീട്ടിലേക്ക് പോകാമെന്നായി. വീട്ടിൽ പോയിട്ട് ഇനി TV കാണണം എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും LKGയിലുള്ള കുട്ടികൾക്ക് അവിടെ ബലൂൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയണ ഇവന് ബലൂൺ വേണ്ട, പിന്നെ അതുപോലെ ആ ബലൂണിൻ്റെ അടിയിലെ സ്റ്റിക്ക് വേണ്ട. അവസാനം ഞാൻ പോയിട്ടൊരു ബലൂൺ മേടിച്ചു കൊടുത്തു. പിന്നെ അത് പിടിച്ച് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ പോയി നിന്നു. പിന്നെ LKG Bയിലെ കുട്ടികളെ വിളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവൻ അവിടേക്ക് പോകണില്ല, ഇവൻ പുറത്തിറങ്ങി, ഇവൻ പോകണില്ല എന്നാണ് പറയണത്. ഇത് LKG Aയുടെ ക്ലാസ്സിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് LKG Aയിലെ ക്ലാസ് ടീച്ചർ ഇങ്ങനെ ഓരോ കുട്ടികളെയും ക്ലാസ്സിൽ കൊടുന്നിരുത്തി. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതുപോലെ ഒരു ലെറ്ററും ഒരു ലീഫിൻ്റെ ആകൃതിയിൽ വെട്ടിയിട്ട് അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. നന്നൻ അതൊന്നും മേടിച്ചില്ല, അവനൊന്നും വേണ്ട എന്നാണ് പറയണത്. വേഗം വീട്ടിൽ പോവാം. എന്നിട്ട് ഒരു വിധത്തിൽ പുറത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ടീച്ചർ പേര് വിളിച്ചു, അവൻ ലൈനിൽ പോയില്ല. ബാക്കി എല്ലാ കുട്ടികളും ലൈനിൽ നിന്നു. ഞങ്ങൾ അവനെ ഒരു വിധത്തിൽ പിടിച്ചതാ പിന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ലെറ്റർ അവന് വേണ്ട, ബലൂണ് പിന്നെ എന്തോ ഭാഗ്യത്തിന് കൈ പിടിച്ചു. ഇത് സിസ്റ്റർ ക്ലാസ് കയറ്റാനായിട്ട് പോയപ്പോഴാണ് അവൻ തിരിഞ്ഞാൽ പോണത്. അവൻ അങ്ങോട്ട് കയറുന്നില്ല എന്നാണ് പറയണത്. ഞാൻ അവനെ ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ നോക്കിയപ്പോൾ അവൻ അച്ഛമ്മ എന്ന് പറഞ്ഞ് അച്ഛമ്മയുടെ പുറകെ പോയി അവിടെ ഒളിച്ചു പോയി നിന്നു. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ എടുത്ത് ക്ലാസ്സിൻ്റെ അവിടം വരെ എത്തിച്ചു. അമ്മയാണെച്ചെങ്കിൽ ഒളിച്ചു നിന്നു, അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ പുറകെ പോകുമല്ലോ. അങ്ങനെ ക്ലാസ്സിൽ ഇത് എല്ലാ കുട്ടികളും ഇരുന്നു കേട്ടോ. അവൻ മാത്രമേ ഇരുന്നിട്ടില്ല, അവനതേ സൈഡിൽ ഒളിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, ഞാനിവിടെ ഇരിക്കേണ്ടി വരുമോ, ഇരുന്നാൽ എന്താവും എന്നൊക്കെയുള്ള ആലോചനയിലാണ്. എല്ലാവർക്കും ഓരോ ലോലിപോപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. പോകാൻ പറഞ്ഞാൽ അവന് ലോലിപോപ്പും വേണ്ട, മിഠായിയും വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഇവിടുന്ന് വീട്ടിൽ പോയാൽ മതി.
അങ്ങനെ ഒരു തരത്തിലൊക്കെ പറഞ്ഞ് ബെഞ്ചിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടി ഒന്ന് മെല്ലെ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് പറയുന്നുണ്ട് കുട്ടികൾ മാത്രം ഇവിടെ ഇരിക്കട്ടെ, നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്ക്. പക്ഷേ ഇവൻ എൻ്റെ അടുത്ത് അമ്മേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ അവൻ്റെ പുറകെ നിന്നു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോകാൻ പറ്റും, ഇനി ഇവിടെ തന്നെയാണ് ഇരിക്കേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ഫ്രണ്ടിൽ പോയി നിന്നു, അവിടെ ഇരുന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ആലോചനയിലാണ്, എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു കുട്ടി ഇരിക്കണതിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അവൻ അവിടെ ഇരിക്കണ്ട, പുറകിൽ ഒറ്റയ്ക്ക് പോയിരിക്കുന്നുണ്ട്. പിന്നെ കൊടുത്ത ലോലിപ്പോപ്പ് വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഭയങ്കര ടെൻഷനാണ് കുട്ടിക്ക്. അവന് വരുന്ന എല്ലാ ടെൻഷനും പാവം ആ ലോലിപ്പോപ്പിൻ്റെ മുകളിൽ തീർത്തിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ പരിതാപകരമായിട്ടുണ്ട്. അതിനെ ഇടിക്കണു, കൊട്ടണു, ചെണ്ടയാക്കുന്നുണ്ട്, ചെണ്ടയുടെ വടിയാക്കുന്നുണ്ട്, തലയിൽ കൊട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെയും അപ്പുറത്തൊക്കെ കുട്ടികൾ കരയുന്നുണ്ട്. അപ്പോൾ അവരെയും നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് അവൻ ആലോചിക്കുന്നത്. അവൻ്റെ പുറകിലിരിക്കുന്ന കുട്ടി നല്ല കരച്ചിലാണ്. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛനടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബലൂൺ ഇവനും കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ടാന്നൊക്കെ ഇവൻ പറഞ്ഞ് ഇവൻ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഇവന് വേണ്ട. പിന്നെ ഇവൻ ആ ലോലിപ്പോപ്പിനെ പിടിച്ച് തിരിക്കണു വളയ്ക്കണു ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ കുറച്ച് കഴിഞ്ഞപ്പോൾ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തിട്ട് താളം പിടിക്കുന്നുണ്ട്. ഇവൻ അംഗൻവാടിയിൽ പോയിട്ടില്ലേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. അംഗൻവാടിയിൽ വിടാൻ മടിച്ചിട്ട് ഇപ്പം സ്കൂളിൽ പോയപ്പോൾ ആകെ ബഹളായി. ഇതേ അവിടെ നിന്ന് എഴുന്നേൽക്കണു, ഇരിക്കണു. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സിദ്ധുവിനെ വിടുമ്പോഴായിരിക്കും ഇത്രയും പ്രശ്നം ഉണ്ടാവുകയെന്ന്. കാരണം അവൻ ഒറ്റയ്ക്ക് ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവനെ വിടുമ്പോൾ. പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവന് സങ്കടം വന്നു എന്ന് മാത്രം പറഞ്ഞു, കരഞ്ഞിട്ടൊന്നുമില്ല. ഇവൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവനാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവൻ ആ ക്ലാസ്സിൽ കയറി ആ ഒരു സെക്കൻഡിൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇരുന്നത് മാത്രം. പിന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നെ അത് ഞാൻ വിചാരിച്ചു ആദ്യത്തെ ദിവസമല്ലേ കുഴപ്പമുണ്ടാവില്ല എന്ന്. പിന്നെ അത് ടീച്ചറുടെ പുറകെ വന്നു. ടീച്ചർ പ്രസൻറ്റ് വിളിക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ടീച്ചറാണ് നിൽക്കുന്നത്. ടീച്ചറുടെ പുറകെ വന്നു. പിന്നിൽ ഞാനും നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ ആ സീറ്റിലിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ലോലിപ്പോപ്പൊക്കെ എടുത്ത് ഹാപ്പിയായി കുട്ടി. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി അമ്മയുടെ അടുത്തേക്ക് എത്തിയെന്നറിയാം, വീട്ടിൽ പോവാം, ആ സന്തോഷത്തിലാണ്. നമ്മളിവിടെ കോഴിക്കോട് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ സെൻറ്റ് വിൻസെൻ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട്, അവിടെയാണ് കേട്ടോ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. പുറത്തേക്ക് വന്നപ്പോഴൊക്കെ പിന്നെ ആൾ ഫുൾ ഹാപ്പിയായി. ഇപ്പോൾ ആ ടീച്ചർ 2 ചാർട്ടിലാക്കിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ LKG ആൻ്റെയും ബീൻ്റെയും ഫോട്ടോസ്. അതിൽ അവൻ്റെ ഫോട്ടോ ഏതാണെന്നൊക്കെ ഉത്സാഹത്തോടു കൂടി കാണിക്കുന്നുണ്ട്. പിന്നെ അതേ റൈഡിൽ പോയിരിക്കണു, കളിക്കണു. ഇപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ക്ലാസ് കയറുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രവേശനോത്സവത്തിൻ്റെ കഥ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെയൊക്കെ പ്രവേശനോത്സവത്തിൻ്റെ കഥകൾ കമൻറ്റിലൂടെ ഒന്ന് പറയുക എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുവെച്ചെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്